പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ കഴിഞ്ഞ അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 18, 2020 നടന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ഒരു ഡിസ്കഷൻ വേണമെന്ന് കുറച്ച് കുട്ടികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വീഡിയോ പ്രസൻറ്റേഷനായി ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ആവശ്യമുണ്ടായിരുന്നത് വാല്യുവേഷൻ ലിബറൽ ആയിരിക്കുമോ, കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്ന തരത്തിലായിരിക്കുമോ എന്നുള്ള ഒരു വിവരണവും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വാല്യുവേഷൻ എങ്ങനെയായിരിക്കുമെന്ന് ലിബറലാണോ അതോ നോർമൽ രീതിയിലായിരിക്കുമോ എന്നുള്ള തീരുമാനമെടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കൊമേഴ്സ് അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ഒരു ദിവസം കൂടി ചേർന്നാണ് വാല്യുവേഷൻ കാര്യങ്ങളും ഔദ്യോഗികമായ ആൻസർ കീയും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായ അറിയിപ്പുകൾ, ഔദ്യോഗികമായ തീരുമാനങ്ങളാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് 2020 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാണ്. അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2020 ക്വസ്റ്റ്യൻ പേപ്പർ, ഡിസംബറിൽ നടന്ന ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ആൻ ഇൻറ്റേർണൽ യൂസർ ഫ്രം ദ ഗിവൺ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. താഴെ തന്നിട്ടുള്ള യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ നിന്ന് ഇൻറ്റേർണൽ യൂസർ ആരാണെന്ന് വേർതിരിച്ചെഴുതാൻ. ഇവിടെ ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ്, മാനേജേഴ്സ്, ഗവൺമെൻറ്. ഇവിടെ മാനേജറാണ് ഇൻറ്റേർണൽ യൂസർ, അതുകൊണ്ട് റൈറ്റ് ആൻസർ സി ആണ്. ദെൻ നെയിം ദ ന്യൂ ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ഇൻ അവർ കൺട്രി വിത്ത് ദ സ്ലോഗൻ വൺ കൺട്രി വൺ ടാക്സ്. വൺ കൺട്രി വൺ ടാക്സ് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടാക്സ് സിസ്റ്റമാണ് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ഇതിൻ്റെ ആൻസർ. ദെൻ ദ ടേം അമോർട്ടൈസേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഡാഷ്. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. അമോർട്ടൈസേഷൻ എന്ന ടേം ഉപയോഗിക്കുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ഡെപ്റ്റർ, ക്രെഡിറ്റർ, ബാങ്ക്, ബയർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത് സെല്ലറാണ്, ക്രെഡിറ്റ് സെയിൽസിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ സെല്ലർ എന്ന് പറയുമ്പോൾ ക്രെഡിറ്ററാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ക്രെഡിറ്ററാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത്, ഡെപ്റ്ററാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ദെൻ റിബേറ്റ് ഓൺ ബിൽ ഈസ് റിലേറ്റഡ് വിത്ത് റിട്ടയർമെൻറ്റ് ഓഫ് ബില്ലാണ്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് റിട്ടയർ ചെയ്യുന്ന സാഹചര്യത്തിലാണ് റിബേറ്റ് ഇവിടെ അപ്ലിക്കബിൾ ആവുന്നത്. കാരണം ഡ്യൂ ഡേറ്റിൻ്റെയും മുമ്പേ ഒരു ഡ്രോയി ബിൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബിൽ സെറ്റിൽമെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ റിബേറ്റ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ യൂഷ്വലി അറേഞ്ച്ഡ് ഇൻ ലിക്വിഡിറ്റി ഓർഡർ. ബാലൻസ് ഷീറ്റ് രണ്ട് രീതിയിലാണ് അറേഞ്ച് ചെയ്യുക. ഒന്ന് പെർമനൻസ് ഓർഡർ, രണ്ടാമത്തത് ലിക്വിഡിറ്റി ഓർഡർ. സാധാരണഗതിയിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പ്രസൻറ്റ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ഓർഡറിലാണ്. Then outstanding salary at the end of an accounting period is a liability. Outstanding salary എന്ന് പറഞ്ഞാൽ സാലറി പേയബിൾ ആണ്, സാലറി കൊടുക്കാനുള്ളത് liability. Then in a computer the control unit is a part of central processing unit. Control unit CPU-ൻ്റെ ഭാഗമാണ്. Then ninth question, the type of accounting software generally used in large business organization with multi-users and geographically scattered location is. വൻകിട ബിസിനസ് ഫേമുകൾ അഥവാ വളരെ ലോകത്തിൻ്റെ പല ഭാഗത്തും അവരുടെ ബിസിനസ് ലൊക്കേഷൻസ് ഉള്ള തരം സ്ഥാപനങ്ങൾ, ഒരുപാട് യൂസേഴ്സിന് ഒരേ സമയം ഉപയോഗിക്കേണ്ട തരത്തിലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ, അത് നമ്മൾ ടൈലേർഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്നാണ് പറയുക. റെഡി ടു യൂസ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാപനങ്ങൾക്കാണ്. കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിൽ ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി തയ്യാറാക്കപ്പെടുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളാണ്. ടൈലേർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി തയ്യാറാക്കുന്നത് തന്നെ വൻകിട ഫേമുകൾക്ക് വേണ്ടി, ഹൈലി
സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ചസൊക്കെ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ടൈലേർഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. Then 10th question, the attributes that can be divided into smaller subparts. സബ്പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ടുകളെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. Then in a database management system, the component that provides a user interface to interact with the backend data. ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബാക്കെൻഡ് ഡാറ്റയുമായി യൂസർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അഥവാ അതിലേക്ക് ആഡ് ചെയ്യാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു DBMS സോഫ്റ്റ്വെയറിൻ്റെ കോമ്പണൻ്റാണ് ഫോംസ്. ദെൻ അടുത്ത ഒരു പാർട്ട് ക്വസ്റ്റ്യനാണ്. ആൻസർ എനി 4 questions ഫ്രം 12 to 16. ഈച്ച് ക്യാരീസ് 2 marks. 12 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ലഭിക്കുന്നത് 2 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 8 മാർക്കാണ് ഈ ഭാഗത്തു നിന്ന് കിട്ടുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ അഥവാ 12ാമത്തെ ക്വസ്റ്റ്യൻ, പാസ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഗുഡ്സ് കോസ്റ്റിംഗ് ₹5,000 ടേക്കൺ അവേ ഫ്രം ദ ബിസിനസ് ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. ഒരു ബിസിനസ്മാൻ അയാളുടെ ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഗുഡ്സ് എടുത്താൽ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് എടുത്താൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ആണ്. ഇവിടെ ഗുഡ്സാണ് എടുത്തുള്ളത്, ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. ദെൻ ഗുഡ്സ് വർത്ത് ₹2,500 ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റുകൾ ഫ്രീ സാമ്പിൾസായി കൊടുത്തു. ജേണൽ എൻട്രി എന്തായിരിക്കും? നമ്മുടെ ലേറ്റസ്റ്റ് SCERT ബുക്ക് അനുസരിച്ച് ഈ ഒരു പാർട്ട് നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിനുള്ള മാർക്ക് കുട്ടികൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ ജേണൽ എൻട്രി. കാരണം ഫ്രീ സാമ്പിൾ കൊടുക്കുകയാണ്, ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. പക്ഷേ അതേസമയം ഇത് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത ഐറ്റംസ് ആണ്. അപ്പോൾ അത് നമ്മൾ വിൽപ്പനയ്ക്ക് വേണ്ടി പോകുന്നില്ല, മറിച്ച് ഫ്രീ ആയി കൊടുക്കുകയാണ്. അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് പർച്ചേസസ് അക്കൗണ്ടാണ് ജേണൽ എൻട്രി, അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 2 items വിച്ച് വിൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്കിൽ കാണിക്കുന്ന ഓവർ ഡ്രാഫ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഏതെങ്കിലും 2 items എഴുതാനാണ് പറഞ്ഞുള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക്. ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്താൽ ഓവർ ഡ്രാഫ്റ്റിൻ്റെ വോളിയം കൂടും. അതുപോലെ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. ദെൻ ചെക്സ് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് കളക്റ്റഡ്. ഇങ്ങനെ ഏതെങ്കിലും 2 എണ്ണം എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാനത്തിൽ തയ്യാറാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന ഐറ്റം എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനൊരു എക്സ്പെൻസാണ്. ഓണേഴ്സിന് കൊടുക്കുന്ന, അവരുടെ ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റാണ്. ഇതൊരു ബിസിനസ് എക്സ്പെൻസാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, അതേസമയം ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ആഡഡ് ടു ക്യാപിറ്റൽ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ദെൻ സ്റ്റേറ്റ് എനി 4 limitations ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഏതെങ്കിലും 4 limitations എഴുതാനാണ്. ഒന്ന്, ലാക്ക് ഓഫ് കോമൺ സെൻസ്. ദെൻ 0 IQ, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എറ്റ്സെട്ര. ഇങ്ങനെയുള്ള ഏത് 4 limitations നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 2 മാർക്ക്. ഒരു ലിമിറ്റേഷൻ 1/2 മാർക്ക് വീതം നമുക്ക് 2 മാർക്ക് ലഭ്യമാവും. ഓക്കെ. ദെൻ ഡ്രോ ദ സിംബൽസ് യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് എലിമെൻറ്റ്സ് ഓഫ് ആൻ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ഫോർ എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിൻ്റെ ER മോഡലിൽ നമുക്ക് റിലേഷൻഷിപ്പിനും വീക്ക് എൻറ്റിറ്റിക്കും അപ്ലൈ ചെയ്യുന്ന സിംബൽ ഏതാണ്? ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ സിംബൽ ജസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ വീക്ക് എൻറ്റിറ്റിയുടേതാണ് ഈ ഒരു സിംബൽ. ഓക്കെ.
Then answer any 5 questions 17 to 22. Each carries 3 scores. ഈ ഒരു താഴെ പറഞ്ഞുള്ള 17 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഇനി 5 ആണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ് അനുവദിച്ചിട്ടുള്ളത്. ടോട്ടൽ 15 മാർക്കാണ് നമുക്ക് കിട്ടുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് എനി 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. 3 ബ്രാഞ്ചസ് ഏതൊക്കെയെന്ന് നമുക്കറിയാം. 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 കോസ്റ്റ് അക്കൗണ്ടിങ്, 3 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിനുള്ള എക്സ്പ്ലനേഷൻസ് കൂടി ചെറുതായിട്ട് കൊടുത്താലാണ് അതിൽ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്കീം ഓഫ് വാല്യുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അനുവദിക്കുന്ന മാർക്ക് കിട്ടുന്നതാണ്. ദെൻ ജേണൽ ആൻഡ് ലെഡ്ജർ ആർ 2 മേജർ കോമ്പണൻസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ജേണലും ലെഡ്ജറും 2 പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ. ഈ 2 ബുക്കുകൾ തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞുള്ളത്. ഒന്ന്, ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ലെഡ്ജർ ഈസ് എ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി. ദെൻ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ജേണൽ ഫ്രം സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത് സോഴ്സ് ഡോക്യുമെൻറ്റ്സിൽ നിന്നാണ്. ഇൻ ലെഡ്ജർ ഇറ്റ് ഈസ് റെക്കോർഡഡ് ഫ്രം ജേണൽ. ജേണലിൽ നിന്ന് പോസ്റ്റ് ചെയ്യാണ് ലെഡ്ജറിലേക്ക്. ദെൻ തേർഡ്, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഇൻ ജേണൽ ഈസ് ജേണലൈസിങ് വൈൽ റെക്കോർഡിംഗ് ഇൻ ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ജേണലൈസിങ് എന്ന് പറയുന്നു. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് അറിയാവുന്ന ഏത് 3 ഡിഫറൻസ് എഴുതി വെച്ചാലും നമുക്ക് എന്ത് ചെയ്യും, 3 മാർക്ക് കിട്ടുന്നതാണ്. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ 3 ഒബ്ജക്റ്റീവ്സ്. ഒന്ന്, ടു ചെക്ക് അരിത്തമാറ്റിക്കൽ അക്യുറസി. സെക്കൻഡ്, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഗിവൺ ഡീറ്റെയിൽസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കാണാൻ പറഞ്ഞത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോർമുല നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 93,000 കിട്ടും. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് കമ്പ്യൂട്ടർ ഡിവൈസസ് ഇൻ ടു 2 ഹെഡ്സ്, ഇൻപുട്ട് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് ഡിവൈസസ് കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ. ഔട്ട്പുട്ട് ഡിവൈസസ് പ്രിൻ്റർ, മോണിറ്റർ ആൻഡ് പ്ലോട്ടർ. അപ്പോൾ 3 മാർക്കിൻ്റെ 1/2 മാർക്ക് വീതം കറക്റ്റ് എൻട്രിക്ക് കിട്ടും. ഓക്കെ. ദെൻ 22ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് ഇൻ റിലേഷൻ ടു ക്രിയേഷൻ ഓഫ് ടേബിൾ ഇൻ ലിബർ ഓഫീസ് ബേസ്. ലിബർ ഓഫീസ് ബേസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില ടേംസ് ആണ് ഇവിടെ തന്നുള്ളത്. ഇതെന്താണെന്ന് എഴുതാനാണ് പറഞ്ഞുള്ളത്. ഫീൽഡ് നെയിം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡാറ്റ വിച്ച് കണ്ടെയ്ൻ ദ ഫീൽഡ്. ഒരു ടേബിളിലെ ഒരു ഫീൽഡിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഡാറ്റ ഏതാണെന്ന് അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഫീൽഡ് നെയിം എന്ന് പറയുന്നത്. ദെൻ ഫീൽഡ് ടൈപ്പ് ഓർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ദാറ്റ് അപ്ലൈസ് ടു ഓൾ ദ വാല്യൂസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫീൽഡ്. ഒരു ഫീൽഡിൽ ഉൾക്കൊള്ളുന്ന ഡാറ്റയുടെ ക്വാളിറ്റീസ്, അത് നമ്പറാണോ നെയിമാണോ എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രൈമറി കീ. ദ പ്രൈമറി കീ ഈസ് ദ യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ ഇൻ എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള റെക്കോർഡിനെ സെലക്ട് ചെയ്യാനുള്ള യുണീക്ക് ഐഡൻറ്റിഫയർ ആണ്. ദെൻ അടുത്ത സെക്ഷനിൽ ആൻസർ എനി 1 ക്വസ്റ്റ്യൻ ഫ്രം 23rd and 24 ക്യാരീസ് 4 സ്കോർ. 23ഉം 24ഉം ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യുക. അതിന് 4 മാർക്കാണ് അനുവദിച്ചിട്ടുള്ളത്. പാസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് എറേഴ്സ് ഫൗണ്ട് ഇൻ ദ അക്കൗണ്ട്സ് ബുക്ക് ഓഫ് എ ട്രേഡർ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ട്രേഡറുടെ ബുക്കിൽ കുറച്ച് എറേഴ്സ് കണ്ടെത്തി അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ജേണൽ എൻട്രീസ് പാസ് ചെയ്യുക. സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഫോർ ₹4,000 വാസ് റെക്കോർഡഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. ഓൾഡ് ഫർണിച്ചർ വിറ്റപ്പോൾ കിട്ടിയ 4,000 രൂപ സെയിൽസ് ബുക്ക് വഴിയാണ് റെക്കോർഡ് ചെയ്തത്.
അഥവാ സെയിൽസ് അക്കൗണ്ടിനെയും ഫർണിച്ചർ അക്കൗണ്ടിനെയുമാണ് ബാധിച്ചത് ഈ മിസ്റ്റേക്ക്. അതുകൊണ്ട് ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഫർണിച്ചർ അക്കൗണ്ട്. നമ്മൾ ഫർണിച്ചർ ആണ് വിറ്റത് അല്ലേ, അപ്പോൾ എഴുതേണ്ടിയിരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഫർണിച്ചർ എന്നാണ് കറക്റ്റ് ജേണൽ എൻട്രി. പക്ഷേ അതിന് പകരം എഴുതിയത് എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് അല്ലേ, അഥവാ സെയിൽസ് തെറ്റായി ക്രെഡിറ്റ് ചെയ്തു. അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇത് ഡെബിറ്റ് ചെയ്തു, ഫർണിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഫർണിച്ചർ അക്കൗണ്ട് ആണ്. ദെൻ ബി, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ₹8,000 ഫ്രം മിസ്റ്റർ ഗോപാൽ ബ്രദേഴ്സ് വാസ് പോസ്റ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് മിസസ് ഗോപി ട്രേഡേഴ്സ് അക്കൗണ്ട്. ഗോപാൽ ബ്രദേഴ്സിൽ നിന്നും വാങ്ങിയ സാധനങ്ങൾ, കടത്തിന് വാങ്ങിയ സാധനങ്ങൾ അത് പോസ്റ്റ് ചെയ്തപ്പോൾ ഗോപി ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കായിപ്പോയി. അഥവാ ഗോപി ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു 8,000 രൂപ തെറ്റായിട്ട്. അത് തിരുത്താൻ വേണ്ടി ഗോപി ട്രേഡേഴ്സിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഗോപി ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കറക്റ്റായിട്ട് ചെയ്യേണ്ടിയിരുന്നത് ഗോപാൽ ബ്രദേഴ്സാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. റെക്ടിഫിക്കേഷൻ എൻട്രി ഗോപി ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഗോപാൽ ബ്രദേഴ്സ് അക്കൗണ്ട്. ദെൻ സി, വേജസ് പെയ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ബിൽഡിംഗ്. പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ചിലവ് വന്ന വേജസ്, അത് വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അത് വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പാടില്ല, ബിൽഡിംഗ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. തെറ്റായി ഡെബിറ്റ് ചെയ്ത വേജസ് അക്കൗണ്ടിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം ബൈ ക്രെഡിറ്റിംഗ് വേജസ് അക്കൗണ്ട്. ജേണൽ എൻട്രി ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ് ടു വേജസ് അക്കൗണ്ട് 12,000. ദെൻ സെയിൽസ് റിട്ടേൺ ബുക്ക് വാസ് ഓവർകാസ്റ്റ് ബൈ ₹100. സെയിൽസ് റിട്ടേൺ ബുക്ക് ടോട്ടൽ ചെയ്ത സമയത്ത് 100 രൂപ കൂടിപ്പോയി. അപ്പോൾ അത് ഏത് അക്കൗണ്ടിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ 100 രൂപ ഡെബിറ്റ് കൂടുതൽ വന്നിട്ടുണ്ടാവും. അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, ഡെബിറ്റ് സസ്പെൻസ് അക്കൗണ്ട് കൊടുക്കുക. സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ₹100. ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ സുകുമാർ കീപ്സ് ഓൺലി ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഫോർ ഹിസ് ബിസിനസ്. His capital at the beginning of the year was ₹60,000. His total drawings during the year amounts to ₹15,000. He also introduced further capital of ₹25,000 during the year. The financial position of his business at the end of the year as follows. സുകുമാറിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അഥവാ ഓപ്പണിങ്ങിലുള്ള അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 60,000 രൂപയാണ്. ആ വർഷത്തെ ഡ്രോയിങ്സ് 15,000 രൂപയാണ്. ഫർദർ ക്യാപിറ്റൽ ആ വർഷം കൊണ്ടുവന്നത് 25,000 രൂപയാണ്. വർഷാവസാനത്തിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞുള്ളത് കാൽക്കുലേറ്റ് ഹിസ് ബിസിനസ് പ്രോഫിറ്റ് ഓർ ലോസ് യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ പ്രോഫിറ്റ് കാണുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിനെയും ക്ലോസിംഗ് ക്യാപിറ്റലിനെയും കമ്പയർ ചെയ്തിട്ടാണ്. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ ലഭ്യമാണ്, ക്ലോസിംഗ് ക്യാപിറ്റൽ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുക. എല്ലാ അസറ്റ്സും ഇവിടെ നൽകിയിട്ടുണ്ട്, ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതുക. ക്രെഡിറ്റേഴ്സിനെ ഇവിടെ തന്നിട്ടുള്ളതിൽ നിന്ന് ക്രെഡിറ്റേഴ്സ് 20,000 രൂപ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ അത് ബാലൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ പറ്റും. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ക്ലോസിംഗ് ക്യാപിറ്റൽ ഇവിടുന്ന് എടുത്ത് 1 lakh. ആഡഡ് ഡ്രോയിങ്സ് ഫോർ ദ ഇയർ 15,000 ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഏൺഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഓക്കെ, ദെൻ ആൻസർ എനി 2 questions ഫ്രം 26 to 28 ഈച്ച് ക്യാരീസ് 5 score. 26 മുതൽ 28 വരെയുള്ളതിൽ ഏതെങ്കിലും 2 questions ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ തിരിച്ച് ക്യാഷ് ബുക്കിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടു ബാങ്ക് ഫോർ പേയ്മെൻറ്റ് ₹1,200. ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തു? അത് മൈനസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാസ്ബുക്ക് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് ബാലൻസിന് തുല്യമാവണമെന്നുണ്ടെങ്കിൽ ഇത് മൈനസ് ചെയ്യണം 1,200 രൂപ.
ദെൻ ചെക്ക്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. ബാങ്കിലേക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബാങ്ക് അത് കളക്ട് ചെയ്തിട്ടില്ല. അഥവാ പാസ്ബുക്കിലെ ബാലൻസ് എന്ത് ചെയ്ത് നിൽക്കുകയാണ്, കുറഞ്ഞ് നിൽക്കുകയാണ്. ക്യാഷ് ബുക്കിന് തുല്യമാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യണം, 3800 രൂപ. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി. പാസ്ബുക്കിൽ 800 രൂപ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ക്യാഷ് ബുക്ക് അനുസരിച്ച് അവിടെ ആ എമൗണ്ട് അവർ ഡെബിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് ക്യാഷ് ബുക്കിന് തുല്യമാണെന്നുണ്ടെങ്കിൽ ഈ 800 രൂപ മൈനസ് ചെയ്യണം. ഓക്കെ. ദെൻ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. ബാങ്കിൻ്റെ കണക്കിൽ 200 രൂപ ബാങ്ക് ചാർജസ്സായി മൈനസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെ വന്നിട്ടില്ല, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അഥവാ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് 200 രൂപ കൂടി നിൽക്കുകയാണ്. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് ഈ ക്യാഷ് ബുക്കിലെ ബാലൻസിന് തുല്യമാവണമെന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് ചാർജസ് തിരിച്ച് ആഡ് ചെയ്യണം 200 രൂപ. ഓക്കെ. അതുകൊണ്ട് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 30,000 രൂപ. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ. Arun Traders purchased a machinery by issuing a check of ₹64,000 to the vendors on 1st October 2016. They also incurred erection charges of ₹6,000 for the machinery. Arun Traders ഒരു മെഷീൻ വാങ്ങിച്ചു, ചെക്കാണ് കൊടുത്തത്. അതുകൂടാതെ അതിന് ഫിറ്റിംഗ് ചാർജസ് 6,000 രൂപയും വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 64,000 പ്ലസ് 6,000 70,000 രൂപയാണ്. ഓക്കെ. ദെൻ ദ എക്സ്പെക്റ്റഡ് എക്കണോമിക് ലൈഫ് ഓഫ് ദ അസറ്റ് ഈസ് 5 years. ഈ അസറ്റിൻ്റെ ലൈഫ് 5 years ആണ്. സ്ക്രാപ്പ് വാല്യൂ 10,000 രൂപയാണ്. ഈ അസറ്റ് 5 years കഴിഞ്ഞാൽ ഈ മെഷീനിന് കിട്ടുന്ന വില എന്ന് പറയുന്നത് 60,000 രൂപയാണ്. നമ്മളോട് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ദ മെഷീനറി. ഈ മെഷീനറിക്ക് ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ എത്രയാണ്? ഡിപ്രീസിയേഷൻ ഈക്വൽ ടു നമുക്കറിയാം ഫോർമുല, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ്. കോസ്റ്റ് 70,000 രൂപ, 64,000 പ്ലസ് ഫിറ്റിംഗ് ചാർജ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ 10,000. അപ്പോൾ 60,000 ഡിവൈഡഡ് ബൈ ലൈഫ് 5 അല്ലേ? അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 12,000 രൂപയാണ്. അതുകൂടാതെ നമ്മളോട് ഫസ്റ്റ് 3 yearsൻ്റെ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം. ആദ്യത്തെ എൻട്രി അസറ്റ് വാങ്ങുന്ന മെഷീൻ വാങ്ങുന്ന എൻട്രിയാണ്. 2016 ഒക്ടോബർ 1 വാങ്ങുന്നത്. ടു ബാങ്ക് 70,000, 64,000 പ്ലസ് 6,000 70,000 ചെക്കാണ് കൊടുത്തത്. അതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് അപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ആ വർഷം അവസാനം ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് മാർച്ച് 31 എവരി ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2017 മാർച്ച് 31 ഇതിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ആദ്യത്തെ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 12,000 ആണ്. പക്ഷേ ആദ്യത്തെ വർഷം 6,000 വരുന്നുള്ളൂ. എങ്ങനെയാണ് ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ 6,000 വന്നത്? 12,000 ഇൻറ്റു 6/12, 6 മാസമേ ഉള്ളൂ. ഒക്ടോബർ 1 വാങ്ങിയത്. അപ്പോൾ മാർച്ച് 31 വരെ 6 മാസം 6,000 രൂപ. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ 64,000 രൂപ കിട്ടുന്നു. അടുത്ത വർഷം 2017 ഏപ്രിൽ 1 ടു ബാലൻസ് ബ്രോ ഡൗൺ 64,000 ബൈ ഡിപ്രീസിയേഷൻ 12,000. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ എമൗണ്ടാണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷനായി എടുക്കുന്നത്, 12,000 രൂപ. ബാലൻസ് ക്യാരി ഡൗൺ 52,000. തേർഡ് ഇയർ ഓപ്പണിംഗ് ബാലൻസ് 52,000 രൂപ. ഡിപ്രീസിയേഷൻ 12,000. ക്ലോസിംഗ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ ബൈ ബാലൻസ് ക്യാരി ഡൗൺ ₹40,000. നമുക്ക് 3 വർഷത്തെ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. 5 മാർക്ക് നമുക്കിതിന് കിട്ടും. ഓക്കെ. ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അജിത് സോൾഡ് ഗുഡ്സ് ഫോർ ₹60,000 ഓൺ ക്രെഡിറ്റ് ടു ബിനോയ് ഓൺ 1/1/2019. ഓൺ ദ സെയിം ഡേ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ 3 months വെർ ഡ്രോൺ ഫോർ ദ എമൗണ്ട് ഇൻ ഫേവർ ഓഫ് ബിനോയ്. അതേ ദിവസം തന്നെ ഒരു 3 മാസത്തെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് 60,000 രൂപക്ക് വേണ്ടി തയ്യാറാക്കി. ദ ബിൽ വാസ് ഡ്യൂലി ആക്സെപ്റ്റഡ് ആൻഡ് റിട്ടേൺഡ്. ബില്ല് ബിനോയ് ആക്സെപ്റ്റ് ചെയ്തു. On 4th February 2019, Ajit discounted the bill with his bank. ഫെബ്രുവരി 2 അജിത്ത് ഈ ബില്ല് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് വാങ്ങി. ഡിസ്കൗണ്ട് റേറ്റ് 12% per annum. ഒരു വർഷത്തേക്ക് 12% എന്ന കണക്കിലാണ് ഡിസ്കൗണ്ട് ബാങ്ക് ഈടാക്കിയത്. ഓൺ ദ ഡ്യൂ ഡേറ്റ് ദ ബിൽ വാസ് ഡിസോണേഡ് ആൻഡ് അജിത് പെയ്ഡ് ₹250 ആസ് നോട്ടിംഗ് ചാർജസ്. ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് ആയപ്പോൾ അഥവാ
4th ഏപ്രിലാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് വരിക. 3 മാസത്തെ ബില്ലാണ്. ജനുവരി 1 ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഏപ്രിൽ 1 + 3 എക്സ്ട്രാ ഡേയ്സ് അല്ലേ. അപ്പോൾ 4th ഏപ്രിലാണ് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ്. അന്ന് ഈ ബില്ല് ഡിസോണറായി. ദാറ്റ് മീൻസ് ബിനോയ് പേയ്മെൻറ്റ് നടത്തിയില്ല ബാങ്കിന്. അപ്പോൾ അജിത്ത് ഇതിനു വേണ്ടി ഒരു നോട്ടിംഗ് ചാർജസ് 250 രൂപ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ചാർജ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്ക് എത്രയാണോ ഡിസ്കൗണ്ട് ചാർജ് ചെയ്തതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബിൽ എമൗണ്ട് 60,000 ആണ്. 12% ആണ് ഇതിൻ്റെ റേറ്റ്. 2 മാസമാണ് നമ്മളിത് ഈ ബില്ല് 2 മാസം നേരത്തെയാണ്. 3 മാസത്തെ ബില്ല് 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അഥവാ 2 മാസം നേരത്തെ ആർക്ക് ക്യാഷ് കിട്ടുന്നു? അജിത്തിന് ക്യാഷ് കിട്ടുന്നു. അപ്പോൾ 2 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് 1200 രൂപയായിരിക്കും. ജേണൽ എൻട്രീസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബിനോയ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്റ്റർ ടു ബിനോയ് 1-ാം തീയതി. അപ്പോൾ 4-ാം തീയതി ഫെബ്രുവരി 4-ന് ഇത് ഈ ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അജിത്തിന് കിട്ടുന്ന എമൗണ്ട് 58,800 രൂപയാണ്. അഥവാ 1200 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് മൈനസ് ചെയ്തിട്ട്. അപ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ 58,800, ഡിസ്കൗണ്ട് അക്കൗണ്ട് അപ്റ്റർ 1200, ടു ബിൽ റിസീവബിൾ 60,000. ദെൻ 4th ഏപ്രിൽ 4-ന് ഈ ബില്ല് ഡ്യൂ ഡേറ്റിന് ഈ ബിനോയ് ഈ ബില്ല് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നില്ല. അഥവാ ബില്ല് ഡിസോണറായി. ബില്ല് ഡിസോണറായപ്പോൾ അജിത്ത് ഇതിന് നോട്ടിംഗ് നടത്തിയിട്ടുണ്ട്. 250 രൂപ അജിത്ത് നോട്ടിംഗ് ചാർജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അജിത്തിൻ്റെ ബുക്കിലെ ജേണൽ എൻട്രി ബിനോയ് അക്കൗണ്ട് അപ്റ്റർ 60,250, 60,250 രൂപ. 250 രൂപ നോട്ടിംഗ് ചാർജ് ഉൾപ്പെടെ ബിനോയിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്കിന് കൊടുക്കേണ്ടത് 60,000 രൂപ. ടു ക്യാഷ് അക്കൗണ്ട് അഥവാ നോട്ടിംഗ് ചാർജിൻ്റെ എമൗണ്ട് പേയ്മെൻറ്റാണ് 250 രൂപ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത്. ദെൻ 29-ാമത്തെ ക്വസ്റ്റ്യനും 30-ാമത്തെ ക്വസ്റ്റ്യനും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ലിബറൽ വാല്യുവേഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില എക്സംഷൻസൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തീരുമാനമായതിൻ്റെ ശേഷം നിങ്ങൾ അറിയും. ഓക്കെ, ദെൻ ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് തയ്യാറാക്കാനുള്ളത്. ഇവിടെ കൃത്യമായിട്ട് ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യന് ഒരു ചോയ്സ് ഉണ്ട്. 30-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ വരാറുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ ഇവിടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ട്. ആവശ്യമുള്ള കുട്ടികൾ എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക. അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാനതിന് എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, താങ്ക് യു.